പറഞ്ഞുതരാം. ബൂസ്റ്റിന്റെ ബൂസ്റ്റ് 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 കുട്ടപ്പ മല്ലു ഒരു ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്ന് പിടിക്ക്, ഒന്ന് പിടി. 35 മിനിസ്റ്റേക്ക് ദൈവമേ കാത്തോളൂ. ദൈവമേ ദൈവമേ 35 മിനിസ്റ്റേക്ക് ഒളച്ചേ. എല്ലാവരും വലിയ സ്കോർ വരും. നല്ല സ്കോർ വരും. നല്ല സ്കോർ വരൂ. നല്ല സ്കോർ വരൂ. നല്ല സ്കോർ വരൂ. പോരാ ചേട്ടാ അയ്യ എടുത്താ ശരിപ്പോ കിട്ടിയ കളിയാണ് സത്യം. അമ്മേനെ കിട്ടിയ കളിയാണ്. അതൊരാൾ ജോയിൻ ചെയ്യാത്ത കാര്യം. ഇത് ചിലപ്പോ ഞാനൊരു 500 സ്കോറിന് ഇത് കൊടുത്തുന്നിരിക്കും വിന്നിസ്റ്റിക്ക്. പക്ഷെ എനിക്ക് ഒരേ ഒരു വാശി ഉണ്ടായിരുന്നു, നുപ്പൂന് ഇത് കൊടുത്തരാൻ പാടില്ല. ആ ഒരു വാശിയുടെ പുറത്ത് ഇത്ര അടിച്ചത്. ഓക്കെ, ഇത്ര അടിച്ചത് നുപ്പു എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇത് തരാൻ പാടില്ല. കളി തുടങ്ങുന്ന മുമ്പ് പറഞ്ഞു ഈ ഡയലോഗല്ലോ. കളിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പോരാ. ഈ വെല്ലുവിളി ഡയലോഗല്ലോ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം കളി തുടങ്ങുന്ന മുമ്പ് പറയണ പോയാൽ പ്രശ്നമില്ല. നുപ്പു എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുക്കാൻ ബാക്കിയില്ല. അത് ആദ്യം പറഞ്ഞ കളടുന്ന സമയത്ത് നുപ്പു ഈ മിനിറ്റ് എനിക്ക് എടുക്കാൻ പറ്റുമോ? വെല്ലുവിളിക്കണായിരുന്നു. നുപ്പു ഈ മിനിറ്റ് എനിക്ക് എടുക്കാൻ പറ്റുമോ? വെല്ലുവിളിക്കണേ. കളി കഴിഞ്ഞ് ജയിച്ചേരാം. അല്ല, ഞാനത് ഗെയിം തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ സംസാരിച്ചു. നമുക്ക് ചെറിയ സ്കോർ ചെറിയ സ്കോർ ചെറിയ സ്കോർ. നിങ്ങളെ ഫാമിലിയെ സംസാരിക്കും. നമ്മളറിയില്ലല്ലോ ഒന്നും. നിങ്ങൾ സംസാരിക്കും. നമ്മളെ നോക്കുന്നത് നമ്മോട് നേരത്തെ പറയാനുള്ളത്. ഞാൻ ഇതിനകത്തിരുന്ന പറഞ്ഞത്. അപ്പൊ സംസാരിച്ച് നമ്മൾ നോക്കുന്നത് എന്നാ വെല്ലുവിളിക്കുന്ന കളി. അടുത്തൊരു കളി കളിക്ക് വെല്ലുവിളിക്കുന്ന. അടുത്ത കളി വെല്ലുവിളിക്കുന്ന വെല്ലുവിളിക്കുന്ന. അല്ല അല്ല ഈ ഡയലോഗ് വെച്ചോണ്ട് പറയാൻ കാരണം വെല്ലുവിളിക്കുന്ന കളിക്ക് അടുത്തൊന്ന് കളിക്ക്. പോയിന്റ് ആംബിയൻസ് ഉണ്ടാ. ആംബിയൻസ് ഉണ്ടാ. ആംബിയൻസ് ഉണ്ടാ. ആംബിയൻസ് ഉണ്ടാ. എനിക്കുള്ള ആംബിയൻസ് വെല്ലുവിളി വേണ്ട. വെല്ലുവിളി വേണ്ട. വെല്ലുവിളി വേണ്ട. ഓക്കെ, വെല്ലുവിളി വേണ്ട. ഓക്കെ, വെല്ലുവിളിക്കുന്ന വാ. ഞാൻ റെഡിയിലുണ്ട്. വെല്ലുവിളിക്കുന്ന ഫസ്റ്റ് പണിഷ്മെന്റ്. ഫസ്റ്റ് പണിഷ്മെന്റ് പറയുന്നത് ഒരു 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 എനിക്ക് കളിക്കൂല. എനിക്ക് കളിക്കൂല. അതാ കളിക്കൂല. ജായി കളിക്കൂല. കളിക്കൂല. ഒരു മുണ്ടെടുത്ത് തലയിൽ കൂടി ഇട്ടിട്ട് മൂടി പൊതച്ചിരുന്നിട്ട് ആ മൂലയ്ക്ക് പോയിട്ട് അയ്യോ മാളിട്ടൂടെ ഞാൻ തോറ്റേ, അയ്യോ മാളിട്ടൂടെ തോറ്റേന്നൊരു 30 വട്ടം ഉറക്കെ പറയാ ചിപ്മങ് വോയിസ് ഇട്ടിട്ട്. രണ്ടാമത്തെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഒരു 35 പ്രാവശ്യം സോപ്പിട്ട് മുഖം കഴുകുക. 35 സ്കോറിന് 50 സ്കോറാന്ന് കിട്ടില്ല. ഓക്കെ, 30 പ്രാവശ്യം മാത്രം. 30 പ്രാവശ്യം മുഖം സോപ്പിട്ട് കഴുകുക. സോപ്പിട്ട് മുഖം കഴുകുക. നിങ്ങൾ സോപ്പിട്ട് വെള്ളം ഒഴിക്കുക, സോപ്പിടുക, കഴുകുക. വെള്ളം ഒഴിക്കുക, സോപ്പിടുക, കഴുകുക. ഓക്കെ, ഫേസ് വാഷ് ഇട്ടാ മതിയാ? എന്തായാലും മതി. സോപ്പ് പതഞ്ഞാ മതി. പതക്കലാ? താടിയെല്ലാം കഴുകണം. മുഖം എന്ന് പറയുമ്പോ ഇത്രയും ഭാഗമാണ്, ഇത്രയല്ല. ഓക്കെ, ഇത്രയും ഭാഗമാണ്. ഓക്കെ, മൂന്നാമത്തെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് കളിക്കൂലേക്ക് പേടിണ്ടാ? ഞാൻ പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് അടിച്ച ജോലി കേട്ടിട്ടില്ലേ? അനക്ക് തരാൻ പാടില്ല. ഞാൻ വിളിച്ചില്ലേ വെല്ലുവിളിച്ച് ബാന്ന്. അന്റെ പിള്ളേരെല്ലാം ഇടാ. അഭിയാട്ടെ ഞാൻ പറഞ്ഞ ഇവിടെ ഉണ്ട്. എനിക്ക് ആരെയും കേൾക്കണ്ട അനുപ്പുക്ക. എനിക്ക് അങ്ങനെ ആരെയും കേൾക്കണ്ട. ഓക്കെ, പവർ അളക്കാനുള്ള എനിക്കില്ല. എന്റെ പവർ ഞാൻ കാണിച്ചു. ഞാൻ എന്റെ പവർ ആദ്യം പറയണോ? എന്നോട് ആദ്യം പറയണോ? അന്റെ ആയിട്ടില്ല. മൂന്നാമത്തെ പണിഷ്മെന്റ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് വീഡിയോ ഉണ്ട്. ഇപ്പൊ ലയൺ വന്ന ഒരു വീഡിയോ. ആ വീഡിയോ ഞാൻ അങ്ങോട്ട് തരും. നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ തോക്കുന്ന. അയ്യോ, എന്റെ അക്കൗണ്ട് മാത്രമാക്കണ്ട. ഒരു 3-4 അക്കൗണ്ട് ഇട്ടിട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്യാം. പോയി പണി നോക്കണം. 3 പണിഷ്മെന്റ് ആണ്. നിങ്ങൾ പണി നോക്കിയാൽ പണി നോക്കാതിരിക്കും. അത് എന്റെ മാറ്റർ അല്ല. 3 പണിഷ്മെന്റ്. ഒരു കളി കളിപ്പിക്കടാ. 3 പണിഷ്മെന്റ് ഒരേപോലത്തെ പണിഷ്മെന്റാ. ഒന്ന് കൂക്കാൻ പറഞ്ഞു. ഓക്കെ, തോറ്റിയെ മാളോട് തോറ്റിയെ പറഞ്ഞു. ഒന്ന് രണ്ടാമത്തെ പറഞ്ഞ ഞാന് അവിടെ പോയി സമാധി പോലെ ഇരിക്കാനാ പറഞ്ഞത്. ഒന്നും പറയണ്ട. പറയണം. അയ്യോ മാളിട്ടോട് തോറ്റേ പറയണം.
പിന്നെ മുഖം കഴുകുക. പിന്നെ ഞാൻ തോറ്റ വീഡിയോ നിങ്ങളുടെ ഇതിനകത്തിടണം. ഓളെ അവന്റെ പട്ടി വിടും. ഓളെ തോറ്റ് വരാനാ ഞാൻ പറയും. നോക്ക് ആ വൃത്തിയോട് മാറി കിട്ടുമല്ലോ വെച്ചിട്ടാണ്. ആ മുഖത്ത് ഇട്ടേക്കുന്ന ചളി വാഷിംഗ്ടണിലല്ലേ പോയത്, തണുത്തിരിക്കല്ലേ, അപ്പൊ ഇച്ചിരി വെള്ളം ഒഴിച്ച് ടണ്ണാവട്ടെ. അങ്ങനല്ല. ഓക്കെ, ഓരോ വട്ടം സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ട് പിന്നെ അടുത്ത സോപ്പ് ഇടാം. ഓക്കെ, ഇപ്പൊ ഒന്നായി. 1 2 3 താടിയും കൂടെ കഴുകുക. ആ